കല്യാണം എവിടം വരെ ആയിന്ന് അറിയാൻ വേണ്ടി വന്നത്. കല്യാണം വിളിയായിട്ട് പോയിരിക്കും അച്ഛനും ചേച്ചിയും കൂടെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ. അതെന്താ അങ്ങനെ? അല്ല, താൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോ ഞാനിവിടെ കയറിയിരിക്കുന്നത് ശരിയല്ലല്ലോ. ചന്തുവേട്ടന് ഞങ്ങൾക്കെല്ലാം വിശ്വാസം, പ്രത്യേകിച്ച് അച്ഛന്. അങ്ങനെ അച്ഛൻ അംഗീകരിച്ച ഒരാളെ വീട്ടിനകത്ത് ഇരുത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചന്തുവേട്ടൻ ആ ശാരികയായിട്ട് കൂട്ടുകൂടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ആ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? അവള് കോളേജിലെത്തിയ ശേഷം നിങ്ങളൊക്കെ അവളെ പരിചയപ്പെട്ടത്. എന്നാ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. അവള് സ്കൂളിലും എനിക്കിപ്പോ പഠിച്ചത് ഒരേ ക്ലാസ്സില്. പിന്നെ എന്റെ അമ്മയായിട്ട് വലിയ ബന്ധമാ. ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മയ്ക്കൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അടുത്തുണ്ടായ സംഭവങ്ങൾക്ക് അവളൊരു നിമിത്തമായതുകൊണ്ട് അതിന്റെ ഒരു നീരസം എല്ലാവർക്കും അവളോടുണ്ട്. അവളുണ്ടാക്കിയ പ്രശ്നങ്ങള് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ ചന്തോട്ടാ? ഞാനതിനെ നിസ്സാരമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അതിലേക്ക് അവളെ നയിച്ച സാഹചര്യം ഓർക്കുമ്പോൾ അവളെ തെറ്റു പറയാനും പറ്റുന്നില്ല. അവളെന്തെങ്കിലും കള്ളങ്ങള് ചന്തുവേട്ടനോട് പറഞ്ഞു കാണും. അവള് പറഞ്ഞൊന്നും കള്ളമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് എന്താണെന്ന് അച്ഛനോടെങ്കിലും ചന്തുവേട്ടന് പറഞ്ഞൂടെ? ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ പറയാത്തത്. എനിക്ക് അവളെ വിശ്വാസമില്ല. ചേച്ചിയുടെ ഫ്രണ്ട്സില് ഈ വീട്ടിലേക്ക് മിക്കപ്പോഴും വരാറുള്ളത് അവള് മാത്രമായിരുന്നു. ഈ വീട്ടിൽ അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിലൂടെയാണ് അവൾ മുതലെടുപ്പ് നടത്തിയത്. ഞാൻ ജയിലിൽ വെച്ച് ബാലേന്ദ്ര സാറിനെ കണ്ടതും സാറിനെ പുറത്തു കടക്കാൻ കഴിഞ്ഞതുമൊക്കെ ഭാഗ്യമാണെന്ന് കരുതിയിട്ട് ബാക്കിയൊക്കെ മറക്കുന്നതാ നല്ലത്. എന്റെ നോട്ടത്തിൽ എല്ലാവരുടെയും ഭാഗത്ത് ന്യായമുണ്ട്, പ്രത്യേകിച്ചും ശാരികയുടെ ഭാഗത്ത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ചന്തോട്ടൻ കയറിയിരിക്കും, ഞാൻ ചായ എടുക്കാം. നീയോ? അമ്മയ്ക്കെന്താ എന്നോടൊരു താല്പര്യമില്ലാത്ത പോലെ? നീ ആ ബാലചന്ദ്രൻ സാറിനോട് നന്ദികേട് കാണിച്ചപ്പോ മുതലേ എനിക്ക് നിന്നോടൊരു അകൽച്ചയൊക്കെ ഉണ്ട്. പക്ഷേ അമ്മയുടെ മോന് അകൽച്ച ഇല്ലല്ലോ. അവനും നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്. ഒരു ദേഷ്യമില്ല. അവനോട് ഞാൻ സാഹചര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ബാലേന്ദ്രൻ സാറിനോട് നന്ദിയേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടമ്മേ. കൊറേയൊക്കെ അവൻ എന്നോട് പറഞ്ഞു. എങ്കിലും നീ കാണിച്ചത് കുറച്ച് കൂടിപ്പോയി. അവസാനം സാറിനെതിരെ കേസ് കൊടുത്ത ഞാൻ തന്നെ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞില്ലേ? കോടതി സാറിനെ വെറുതെ വിട്ടില്ലേ? എന്തു വെറുതെ വിട്ടെന്ന് പറഞ്ഞാലും ഉണ്ടായ മാനക്കേട് പോവോ ശാരി? ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. അമ്മയ്ക്ക് നേരത്തെ കണ്ടപ്പോ എന്നോട് ഇത്ര ദേഷ്യം ഇല്ലായിരുന്നല്ലോ. ഓരോന്നാലോചിക്കും തോറും എനിക്ക് ദേഷ്യം കൂടി കൂടി വരിക. ആ ബാലേന്ദ്രൻ സാർ ഒരു നല്ല മനുഷ്യനാ. അദ്ദേഹം വളർത്തിയ മക്കളും നല്ലവരാ. ആ മൂത്ത കൊച്ചിന്റെ കല്യാണം നടക്കാൻ പോവാ. ആ സമയത്ത് ഇങ്ങനെ ഒരു പേരുദോഷം ആ കുട്ടിയുടെ കുടുംബജീവിതത്തെ ബാധിക്കില്ലെന്ന് ആര് കണ്ടു? ആഹാ, എത്തിയോ? ചന്തുകുഞ്ഞിനെ കാണാനാണെങ്കിൽ ചന്തുകുഞ്ഞിവിടില്ല. എനിക്കറിയാം, എന്നോട് പറഞ്ഞിരുന്നു അടുത്ത ആഴ്ചത്തെ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണമാണ്, അവിടേക്ക് പോവാണെന്ന്. ചന്തുകുഞ്ഞിനിപ്പോ ഏതോ ഒരു പെങ്കൊച്ചിനോട് ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നത്. അതാരാ പെണ്ണ്? നിങ്ങൾ വലിയ കൂട്ടുകാരില്ലേ? ചോദിക്കാൻ എന്ത്? അവൻ ആരെ സ്നേഹിച്ചാലും
4-5 കൊല്ലം കഴിയാതെ ഒരു പെങ്കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ ഞാൻ അവനോട് പറയത്തില്ല. ആ ഇങ്ങോട്ട് പറയേ. എങ്കിലും ചന്തു ഒരു പെങ്കൊച്ചിനെ സ്നേഹിക്കുന്ന പറയുന്നത് നല്ല കാര്യമല്ലേ ചേച്ചി? ആണേ അല്ലേ? ഇതുവരെ ചന്തു കുഞ്ഞ് ആരെയെങ്കിലും കല്യാണം കഴിക്കുമെന്നായിരുന്നു ചേച്ചിയുടെ സംശയം അല്ലേ? ഓ ആണ്. ആ, അതുകൊണ്ട് കുഞ്ഞ് പ്രേമിക്കട്ടെന്ന്. അപ്പൊ പിന്നെ പെണ്ണ് കെട്ടണമെന്നും പറഞ്ഞ് കുഞ്ഞിന്റെ പിറകെയും പെണ്ണ് വേണമെന്നും പറഞ്ഞ് പെണ്ണ് വീട്ടുകാരുടെയും പിറകെ പോകേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അല്ലേ? എന്റെ അറിവിൽ ചന്തുവിന് ആരോടും പ്രേമൊന്നുമില്ല. ആടടാ. അവന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ വലിയ പാടാ. എന്നൊന്നും പറയണ്ട, കുഞ്ഞിന്റെ മനസ്സിപ്പോ ആരിലേക്കോ ചാഞ്ഞിട്ടുണ്ട്. ഒരു നേരം ആവുമ്പോഴേ ആരോടൊക്കെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അതാരായാലും ശരി, കുടുംബത്തിൽ കേറ്റാവുന്ന പെങ്കൊച്ചുങ്ങളാണെങ്കിൽ ഞാനിങ്ങ് കേറ്റും. ആ അതാണ്. കേട്ടല്ലോ, കുടുംബത്തിൽ കേറ്റാവുന്ന പെൺകുട്ടികളാണെങ്കിൽ മാത്രം. അതാണ്. ശരിക്കും അവൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ സഹോ? ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതാരാണെന്ന് മാത്രം അറിയില്ല. പിടിക്കും ഞാൻ. ഇവിടെ പാചകമൊക്കെ ബാലേന്ദ്ര സാറാണല്ലേ? ഞങ്ങൾ സഹായിക്കാറുണ്ട്, എങ്കിലും എല്ലാത്തിലും കൈവയ്ക്കാറില്ല. അച്ഛനുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഞങ്ങൾ എത്ര ശ്രമിച്ചാലും കിട്ടില്ല. ഞാൻ സാറിന്റെ ക്ലാസ്സിലെ ഏറ്റവും തല്ലിപ്പൊളിയായ സ്റ്റുഡന്റ്. അതുകൊണ്ട് സാറ് നേരത്തെ എന്നോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ജയിലിൽ വെച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞത്. സത്യം പറഞ്ഞ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ദേവിയുടെ അമ്മയെ ഒന്ന് തല്ലണമെന്ന് പോലും തോന്നിപ്പോയി. അവരൊരു അമ്മയാണെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഓർമ്മയായ കാലം മുതൽ അമ്മ അങ്ങനെ തന്നെയാ. അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്നത് കാണാനും അവർക്കൊപ്പം ഒന്നിച്ച് പുറത്തേക്ക് പോകാനും ഒക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രം. ചന്തു ഇരിക്കടോ. വേണ്ട, ചായ കുടിക്കുമ്പോ എഴുന്നേറ്റൊന്ന് ബഹുമാനിക്കൊന്നും വേണ്ട. അത് കുഴപ്പമില്ല സർ. കൊറേ നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. സാറും അനു ഇല്ലെന്നറിഞ്ഞപ്പോ പോവാൻ തുടങ്ങിയതാ. അപ്പൊ ഇയാൾക്ക് ചായ തന്നു വിടണമെന്നൊരാഗ്രഹം. നീ ഇവിടെ അങ്ങനെ വരാറില്ലല്ലോ ചന്തു. അപ്പൊ ഇടയ്ക്ക് വരുമ്പോ ഒരു ചായയൊക്കെ തരണ്ടേ? കല്യാണ വിളിയൊക്കെ എവിടം വരെയായി? ആ നടക്കുന്നു. ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് എല്ലാം അടുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. ദൂരെയുള്ള റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ അതങ്ങ് നടന്നു പോയാൽ മതിയായിരുന്നു. ഒരു തടസ്സം ഉണ്ടാവില്ല സർ. അതൊക്കെ തട്ടി നീക്കാൻ ഞാനിവിടെ ഉണ്ട്. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഞാനിവിടെ ഉണ്ടാവും. അതുകൊണ്ട് സാറിനൊരു ആൺകുട്ടി ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. ഞാനും മോളും കൂടി ചന്തുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്.
അമ്മയെ വിവാഹത്തിന് ക്ഷണിക്കാൻ. ഇനിയിപ്പം വിളിച്ചില്ലെങ്കിലും അമ്മയും സഹോയും കല്യാണത്തിന് വന്നിരിക്കും. ഓരോന്ന് പറഞ്ഞത് കേട്ടിട്ട് അമ്മയ്ക്ക് അനുവിനെ വലിയ ഇഷ്ട. ഞാൻ പറഞ്ഞല്ലോ തന്നോട്, ഹരീഷിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അനുമോളെ മരുമോളായിട്ട് കിട്ടണമെന്ന് വലിയ ആഗ്രഹമാണ്. പിന്നെ ഹരീഷ് അത്ര ഫോർവേഡൊന്നും അല്ല. അച്ഛ, നടന്ന സംഭവങ്ങളൊക്കെ ഹരിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ആ പിന്നെ പറഞ്ഞിട്ടില്ലേ? ആ അതെ. ഹരീഷേട്ടന്റെ അച്ഛനും അമ്മയും മോനോടെല്ലാം പറഞ്ഞെന്നല്ലേ വക്കീലങ്ങൾ പറഞ്ഞിരിക്കുന്നേ? പിന്നെന്താ ചേച്ചിക്ക് ഇപ്പൊ ഇങ്ങനൊരു സംശയം? മോളെ, ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. നല്ലൊരു കുടുംബത്തിലേക്കാ മോള് പോകാൻ പോകുന്നത്, നല്ലൊരു പയ്യന്റെ ഭാര്യയായിട്ട്. അതെ, അതുകൊണ്ട് നല്ലൊരു ഭാര്യ അവൻ തയ്യാറെടുക്കുക. അപ്പോഴേ ഞാൻ പോയിട്ട് വരാം. ചായ നന്നായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ. ഈ സമയത്ത് ഇങ്ങനൊരു പയ്യനെ കിട്ടിയത് എന്തുകൊണ്ട് നല്ലതാ. നീ ഇങ്ങോട്ട് പോന്നോ? നിന്നെ ഒന്നുകൂടി കാണാനാ വന്നത്. കുറെ നേരം ഇരുന്നിട്ട് നീ വരാതായപ്പോ തിരിച്ചു പോവായിരുന്നു. ഞാൻ ആ ബാലേന്ദ്ര സാറിന്റെ വീട് വരെ ഒന്ന് പോയതാ. അവിടെ കല്യാണമൊക്കെ നടക്കല്ലേ, കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി പോയതാടി. അവിടെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭംഗിയായിട്ട് നടന്നോളും. അതിന് നിന്റെ മേൽനോട്ടൊന്നും വേണ്ട. സാറിന് ആൺമക്കളില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് വരണമെന്ന് സാറ് തന്നെ എന്നോട് പറഞ്ഞത്. പിന്നെ ഈ കല്യാണം മുടക്കാൻ ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ പുറത്ത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കാരോടോ പ്രേമുണ്ടെന്നൊക്കെ സഹോ പറഞ്ഞല്ലോ. സഹോ അങ്ങനെ പലതും പറയും. അതൊന്നും ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കില്ലേ നീ? അയാള് കുറച്ച് ദിവസമായിട്ട് എന്നെ ഇങ്ങനെ വട്ടാക്കുക. എന്റെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. നീ ഇപ്പൊ പഴയ ആളൊന്നുമല്ല, നിനക്ക് നല്ല മാറ്റമുണ്ട്. ഇടി ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ പ്രായത്തിനനുസരിച്ച് പക്വത വരും. അതിന്റെ മാറ്റമാണ് നീ കാണുന്നത്. നീ ബാലേന്ദ്രൻ സാറിന്റെ വീട്ടിൽ പോകുന്നത് കല്യാണക്കാരിയുമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ വേറെ ആരെങ്കിലും കാണാനാണോ? അങ്ങനെയാണ് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ. നീ ആ ദേവയായിട്ടാണോ രാത്രി അടക്കി പിടിച്ച് സംസാരിക്കുന്നത് എന്ന് സഹോ പറഞ്ഞോ? അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ റൂമിന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരാൾക്ക് സംശയം തോന്നുമ്പോഴാ അങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അതൊക്കെ പോട്ടെ, നമ്മൾ സുഹൃത്തുക്കള്, ഒന്നിച്ച് പഠിക്കുന്നവര്. ഈ വീട്ടിൽ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എപ്പോ വേണമെങ്കിലും വരാം, പോവാം. എന്ന് വെച്ച് എന്റെ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നീ എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നു, അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ടോ? ഇന്ന് നീ ആ രമാകാന്തനെ കണ്ടില്ലേ? അതെന്തിനാണെന്ന് ഞാൻ നിന്നോട് ചോദിച്ചോ? നീ അറിയാത്ത ഒരു രഹസ്യം എന്റെ ജീവിതത്തിലില്ല. ഞാൻ മറച്ചു വെച്ചത് കൂടി ഈ അടുത്ത സമയത്ത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെ എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞത് നിന്നോട് എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാ. അത് നീ കാണാതെ പോരുത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മറ്റുള്ള ആൺകുട്ടികളെക്കാളും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ നീ എന്നെ ഇഷ്ടപ്പെടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്നവളെ ഞാൻ കൊല്ലും.
കഥയില്ലാത്തവളാ. അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല. ദേവു, ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാന്നും പറഞ്ഞിട്ട് അച്ഛൻ പോയതാ. എന്നിട്ട് ഇതുവരെ വന്നില്ല. കല്യാണത്തിനെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാ. മൊബൈൽ ഓഫാണോ? അല്ലെന്നേ, മൊബൈലൊക്കെ ഓണാ, പക്ഷെ എടുക്കുന്നില്ല. അച്ഛൻ അങ്ങനെ ഒരിക്കലും എടുക്കാതിരിക്കുന്നല്ലോ. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ 6-7 കോള് കഴിഞ്ഞു. ചിലപ്പോ വിനായകൻ അങ്കിളിന്റെ അടുത്തേക്ക് പോയി കാണും. അങ്കിളിനൊന്ന് വിളിച്ചു നോക്കിയേ. ആ, അങ്കിളിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്നാ പിന്നെ അച്ഛൻ ഡ്രൈവ് ചെയ്യായിരിക്കും. ട്രാഫിക് നിയമം തെറ്റിക്കുന്ന കൂട്ടത്തിലല്ലോ. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോ എന്തായാലും എടുക്കില്ല. നീ എന്താ ദേവു അച്ഛൻ അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അച്ഛൻ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇങ്ങോട്ട് വിളിക്കില്ലേ? ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ. 2 മണിക്കൂറായിട്ട് ബ്ലോക്കിൽ കിടക്കോ? ഇങ്ങനെ ഇതുവരെ അച്ഛൻ ഫോൺ എടുക്കാതിരുന്നിട്ടില്ല. ചുറ്റിന് ശത്രുക്കളുണ്ട്, അതാ എനിക്ക് പേടി. എപ്പോഴാരാ കൊലക്കത്തിയായിട്ട് മുമ്പിലേക്ക് വരുന്നെന്ന് പറയാനും പറ്റില്ല. എന്നാ ഞാൻ ചന്തുവേട്ടനെ വിളിക്കട്ടെ? വേണ്ട ദേവു, എന്തിനും ഏതിനും ചന്തുവിനെ വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് ശരിയല്ല. കുറച്ചു കഴിയുമ്പോൾ അച്ഛൻ വിളിക്കുമായിരിക്കും. ദേവു, ഞാൻ ഭയക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. മുൻപ് ഞാനും അച്ഛനും കോടതിയിലേക്ക് പോകുമ്പോ 2 ബൈക്കിലായിട്ട് 4 പേര് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതത്ര പന്തിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒറ്റയ്ക്ക് പുറത്തോട്ടൊന്നും പോകണ്ടെന്ന്. നീ ടെൻഷൻ ആവണ്ട, നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. അച്ഛനൊന്നും സംഭവിക്കില്ല. വീണ്ടും എന്റെ മനസ്സ് കുത്തി നോവിക്കാനാണോ വിളിച്ചത്? കാര്യങ്ങൾ കുറച്ചുകൂടെ പുരോഗമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകളെ ഞാൻ കണ്ടു. അവൾ ഈ പരിസരത്ത് തന്നെയുണ്ട്. നിങ്ങൾ പക്ഷേ അവളെ കാണുന്നില്ല എന്ന് മാത്രം. അവസാനം നിങ്ങൾ എന്നെ ഒരു മെന്റൽ പേഷ്യന്റ് ആക്കൂ. സത്യം പറയുമ്പോ സമനില തെറ്റുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന് വേണം കരുതാൻ. ഒരു കാര്യമില്ല. നിങ്ങൾ ഇനി എത്ര തവണ ആവർത്തിച്ചാലും ഇല്ലാത്ത മകൾ ഉണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ അവള് നിങ്ങളുടെ മകളാണെന്ന് പ്രൂവ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെയൊരു മകൾ ഉണ്ടെങ്കിൽ അവൾ എവിടെയുണ്ടെന്ന് പറയാനുള്ള ചങ്കൂറ്റവും നിങ്ങൾ കാണിക്കണം. കാണിക്കാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങളും
കാണിക്കണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനു വേണ്ടിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ ആരെയും ടോർച്ചർ ചെയ്യുന്നില്ല. മനഃപൂർവ്വം ഒന്നും പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ പ്രൊഫഷനെ പറ്റി പോലും ചിന്തിക്കാതെ നിങ്ങളുടെ പാസ്റ്റും തേടിയുള്ള യാത്രയിലായിരുന്നു. അതിനിടയിലാണ് നിങ്ങളെ അലട്ടുന്ന ആൾ നരേന്ദ്രനാണെന്ന് മനസ്സിലായത്. ആ ബന്ധത്തിൽ നിങ്ങൾക്കൊരു മകളും ഉണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഈ മാറ്റം മതി പറയുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. നരേന്ദ്രൻ എന്ന് പറയുന്നൊരു ദുഷ്ടൻ ഒരു സമയത്ത് എന്റെ മനോനില വരെ തെറ്റിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യ. എന്നാ അതിനപ്പുറം നിങ്ങൾ പറയുന്നത് ഒന്നും സത്യമല്ല. ഇനി തെളിവ് സഹിതമെന്ന നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് മാറ്റി പറയൂ. അല്ല, ഇപ്പൊ നിങ്ങള് കോടതിയിലോട്ടൊന്നും വരുന്നില്ലല്ലോ. മനസ്സിന്റെ താളം തെറ്റി അല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാറി താമസിക്കുകയാണ്. എന്റെ മക്കളെ കാണാത്തതിലുള്ള വിഷമം എനിക്കുണ്ട്. ഈ മക്കളെന്ന് പറയുമ്പോ മൂത്ത മോളെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ, എന്റെ മൂത്ത മകൾ അനുശ്രീയുടെ വിവാഹം ഉടനെ നടക്കും. അതേപ്പറ്റി തന്നെയാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. ശരിക്കും അനുശ്രീ തന്നെയാണോ നിങ്ങളുടെ മൂത്ത മോള്? നിങ്ങളുടെ മൂത്ത മകള് മാരീഡ് അല്ല. അതിനു മുമ്പാണ് ആ കുട്ടിയുടെ അനിയത്തി വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്റെ അറിവിൽ എനിക്ക് 2 മക്കളേ ഉള്ളൂ, അനുശ്രീയും ദേവശ്രീയും. ഇനി മൂന്നാമതൊരാളെ നിങ്ങളായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരണ്ട. ഇനി നാളെ അങ്ങനെ ഒരുവളെ എന്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതെന്റെ മകളാണെന്ന് പറഞ്ഞ ഞാനത് സമ്മതിച്ചു തരാനും പോകുന്നില്ല. ബാലചന്ദ്രൻ എന്ന ഭർത്താവിനൊപ്പം ചേർന്ന് നിങ്ങൾ എന്റെ സമനില തെറ്റിക്കാൻ ശ്രമിക്കുക. എനിക്കല്ല മറ്റൊരു മകളുള്ളത്, അയാൾക്കാ.